അങ്ങനെ ഞങ്ങൾ MGM ഗ്രാൻഡിൽ നിന്ന് പോവാണ്. എന്തുപറ്റി? കാർഡുണ്ടോ അതില്? ആടെ ബാഗൊക്കെ തള്ളി പോവാണ്. എല്ലാരും നോക്കണ്ടായിരുന്നു അതിന്. ഇത്ര കുഞ്ഞി കുറ്റി നിന്ന രീതിയിൽ. അതിന്റെ ബാഗുകൾ തള്ളി സ്വന്തം ബാഗുകളൊക്കെ വെച്ച്. ഓ ഇപ്പളേ വെയിറ്റ് പിടിക്കണ്ട, വാപ്പന് വരണ റൂമിൽ നിന്ന്. ഇനി നമ്മൾ എങ്ങോട്ടാണ് പോണത്? അതെ, കോസ്മോപൊളിറ്റനിലേക്ക്. അതെ, F1 മൂവിയുടെ ലാസ്റ്റ് സീൻ അവിടെ നിന്നാ പിടിച്ചത്. ആ ഹോട്ടൽ കാണിക്കണ്ടേ, അതുകൊണ്ട് അവിടെ പോകാൻ വേണ്ടി കച്ചകെട്ടി ഇറങ്ങിക്കുമായിരുന്നു. അതിൻ്റെ ഒരു ചെറിയ ആഗ്രഹം കൂടിയാണ് അത്. ഇന്നലെ ഹെലികോപ്റ്റർ റൈഡ് കഴിഞ്ഞപ്പോൾ ഒരു ആഗ്രഹം കൂടി വന്നതാണ് അല്ലേ അത്. അതുകൊണ്ട് അതിന് ബാഗൊക്കെ തള്ളി. അതിൻ്റെ ലഗേജ് ആദ്യം പിടിച്ചു, എൻ്റെ ലഗേജ് എൻ്റെ കയ്യിൽ, കക്കട ലഗേജ് കക്കടയിൽ. അങ്ങനെ ഓരോരുത്തരുടെ ലഗേജിൽ ഞങ്ങൾ ടാക്സിയും കാത്തു നിൽക്കുകയാണ്. ടാക്സി ഇനി എടുക്കാൻ പോകണം. കാക്ക ചെക്കൗട്ടിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോയേക്കാണ്. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ MGM ഗ്രാൻഡിൽ നിന്ന് ഞങ്ങൾ ഇന്ന് വിട പറഞ്ഞ അടുത്ത ഹോട്ടലിലേക്ക് പോകുകയാണ്. അപ്പം ആദ്യം ഇവിടെ ഫുള്ള് ഇന്ന് ചുമ്മാ ഇന്ന് എൻജോയ് ചെയ്യണത്, എക്സ്പ്ലോർ ചെയ്ത്. ഞാനും അതിവിടെ കാത്തിരിക്കുകയാണ്. അയ്യോ, ഇവിടെ ലൈൻ കാണില്ലല്ലോ. അത് ആണോ? MGM ഗ്രാൻഡിന്റെ ലൈൻ ആരും സ്റ്റീൽ ചെയ്തു. അങ്ങനെ ഇവിടെ നിന്ന് ഞങ്ങൾ പോവാണ്. കാക്ക ചെക്കൗട്ടിനൊക്കെ എത്തി. കാക്ക അവിടെ ചെക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് അതിൻ്റെ പുറകെ ഇരിക്കുന്നു. അങ്ങനെ ഞങ്ങളുടെ റൂം കീ കാത പ്ലേസ് ചെയ്യുന്നതാണ് ഇവിടെ. പോകാനെ പ്രമാണിച്ച് അതിനൊരു ഫോട്ടോഷൂട്ട് എടുക്കാന്ന് പറഞ്ഞ് ഞങ്ങൾ ഫോട്ടോ എടുക്കുന്ന ഫോട്ടോഗ്രാഫറിനെ കണ്ടുപിടിച്ചു. അതിന് അതൊരു പോസൊക്കെ ചെയ്യാണ് ഇവിടെ. ഇവിടുന്ന് ഇതെല്ലാം അല്ലേ, ഇനി ഊബർ കിട്ടണമെങ്കിൽ നമ്മൾ ജിമ്മിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ കൊണ്ട് പോകണം. അതിനിടെ അടിയിലുള്ള കടകളാണ്. ഇവിടെ പൊക്കിയിട്ട് ഓടിക്കാൻ പറയുന്നു. ഈ കടകളൊക്കെ ഞാൻ ആദ്യത്തിന് നോക്കി, കടകളൊക്കെ എടുക്കാൻ ഫോട്ടോസ്. ഓപ്പൺ ആയിട്ടില്ല, അടിച്ചിട്ടേക്കോ. പോപ്പ് എവിടെയാണ് കണ്ടത്? വൈറ്റ് ചെറാറുണ്ട്, ഓറിയോ ഉണ്ട്. ഇത്ര വെറൈറ്റി ഒന്നും. ചിക്കാഗോ കാരമൽ ചീസ്, പിന്നെ സൊവിനിയർ ഷോപ്പാണ് ഇത്. ഏതൊക്കെയോ കടകളിൽ കയറുന്നുണ്ട്. ലാസ് വേഗാസിന്റെ കുട്ടി നോക്കണോ?
ഷോപ്പാണ്. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ നിന്നാണ് സൂനിയർ അടിച്ചേക്കാക്ക. ഓ കഴിഞ്ഞ പ്രാവശ്യം മേടിച്ചത് തൂണ് ഡോണറ്റിന്റെ ഇതൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തേക്കുന്നത് അടിപൊളിയായിരുന്നു. പിക്കപ്പിന് സ്ഥലത്തി വണ്ടി കാത്തിരിക്കുവാണ് ഇവിടെ എല്ലാവരും. അങ്ങനെ ഞങ്ങൾ അടുത്ത ഹോട്ടലിലേക്ക് പോകണം. ഞങ്ങളുടെ പുതിയ ഹോട്ടലിലേക്ക് പോകുന്ന വഴിയാണ് ഇത് ഞങ്ങൾ താമസിച്ച ഹോട്ടലാണ് എം ജി ഗ്രാൻഡ്. അവിടെ നിന്ന് കോസ്മോപൊളിറ്റനിലേക്ക് പോണ റോഡാണ്. പെട്ടെന്ന് തന്നെ എത്തി. ഒരു 5 മിനിറ്റ്സ് ഉണ്ടായിരുന്നുള്ളൂ. സ്ട്രിപ്പിൽ തന്നെയാണ്, നമ്മുടെ ലാസ് വേഗസ് സ്ട്രിപ്പിൻ്റെ ഉള്ളിൽ തന്നെയായിരുന്നു. അതുകൊണ്ട് തൊട്ടടുത്ത് തന്നെയാണ് ഹോട്ടൽ. അപ്പോൾ പെട്ടെന്ന് ഞങ്ങൾ കോസ്മോപൊളിറ്റനിലേക്ക് എത്തി. കോസ്മോപൊളിറ്റനിലെ ഹോട്ടലിൽ അതിന് പോകണമെന്ന് വളരെയധികം ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ തേർഡാമത്തെ ഹോട്ടൽ കോസ്മോപൊളിറ്റൻ അതുകൊണ്ടാണ് വെച്ചത്. ആദ്യത്തിന് F1 മൂവി കണ്ടതിന് ശേഷം കോസ്മോപൊളിറ്റനിൽ താമസിക്കണം എന്ന് പറഞ്ഞ് അങ്ങനെയാണ് അവിടെ കാണാൻ ഞങ്ങളുടെ കോസ്മോപൊളിറ്റൻ ഹോട്ടൽ. അങ്ങനെ ഞങ്ങൾ ഹോട്ടലിലെത്തി. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ഹോട്ടലിലെത്തി, കോസ്മോപൊളിറ്റനിലെത്തി. അതിന് ഭയങ്കര സന്തോഷമായിരുന്നു. Thank you. നിക്ക് ഞാൻ തുറന്നുതരാം. ഞങ്ങളുടെ പുതിയ ഹോട്ടലെത്തി. ഹോട്ടൽ ചെക്ക് ഇൻ ചെയ്യാനുള്ള ക്യൂ ആണ്. അന്ന് ബാഗ് ഞാൻ അവിടെ കൊണ്ട് വെക്കാം. നോക്കേ ഇങ്ങോടെ. ഞങ്ങളുടെ കോസ്മോപൊളിറ്റനിലെ ഫസ്റ്റ് റൂം ഞങ്ങൾക്ക് അത്ര സെറ്റപ്പായി തോന്നില്ല. ബാൽക്കണി ആദ്യം വിചാരിച്ച ബാൽക്കണി ഇട്ടില്ല. അത് പറഞ്ഞിട്ട് ഞങ്ങൾ വേറെ അപ്ഗ്രേഡ് ചെയ്യാൻ കൊടുത്തിട്ട് ഞങ്ങൾ ബാഗൊക്കെ അവിടെ വെച്ചിട്ട് ഞങ്ങൾ അപ്പോഴത്തേക്കും സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാമെന്ന് പറഞ്ഞ് പിന്നെ ഞങ്ങൾ ഇറങ്ങിയതാണ്. സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഇറങ്ങി. പിന്നെ KWSൻ്റെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പരിപാടിക്കും പോകണം. അപ്പോൾ അതും ഇക്കാക്കൊക്കെ കണ്ടുപിടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഇക്കാക്കയുടെ കൂടെ ഞങ്ങളും പോയി. ഈ കാണുന്നതാണ് ഗോൾഡൻ റാംസിയുടെ ബർഗർ റെസ്റ്റോറൻറ്റ് ഫ്ലെമിംഗോയിൽ ഉള്ളത്. ഞങ്ങൾ ആ വഴിയൊക്കെ പാസ് ചെയ്തിട്ടുണ്ട്. ഇന്ന് KWSൻ്റെ പരിപാടി സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിനുവേണ്ടി കക്കട ടാഗും സംഭവങ്ങളൊക്കെ പരിപാടി സ്റ്റാർട്ട് ചെയ്യാനുണ്ട്. അതിന് വേണ്ടി ഇറങ്ങിയത്. ഞാൻ
Madam Tussauds has given my money as figure, and I'm so excited to share with you. Come meet my figure. My new figure, My new figure. my brand new wax figure. Now, what do we call wax figure? Come check out my brand new wax figure at Madam Tussauds. ഇവിടെയാ ഓ ഈ കടയല്ലേ നെക്ടർ ഫേമസ് നമുക്കല്ല പിസയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കാം ഇതാണ് റോസ് ക്വാർട്സ് റസില്ലേ അതിനെല്ലാ സ്റ്റോൺസും അറിയാം ജെംസും അറിയാം ഓൾമോസ്റ്റ് എല്ലാം അറിയാം മൈൻഡ് ക്രാഫ്റ്റിലൊക്കെ ഉള്ളതുണ്ട് ഗെയിംസിൽ നിന്നൊക്കെ പഠിച്ചു വെച്ചേക്കുക ഇതാണ് ജെയ്ഡ് ഇക്കാക്കാനാക്കിയിട്ട് ഞാനും അതും ഞങ്ങളുടെ ഹോട്ടലിലേക്ക് തിരിച്ചു പോവാണ് പോണ വഴി ഞങ്ങൾ ഒരു റെസ്റ്റോറൻറ്റ് കയറി ഞാനും അതോ ഇന്ന് ഇവിടെ നിന്ന് കഴിക്കാമെന്ന് ഓർത്തു അതിന് ഇഷ്ടമുള്ള ഫ്ലേവർ ചൂസ് ചെയ്തോ അങ്ങനെ ഞാനും അതും ഒരു മാംഗോ ജെലാറ്റിനും അവിടെ നിന്ന് ഒരു ചീസ് കേക്കും മേടിച്ചു ഒരു വാനില കേക്കും മേടിച്ച് ഒരു ജെലാറ്റിനും മേടിച്ച് വാനില ചീസ് കേക്കും ഒരു ജെലാറ്റിനും മേടിച്ച് ഞങ്ങൾ ഞങ്ങളുടെ ഡിന്നർ ലഞ്ചായിരുന്നു ഇത് അല്ല അതാ കഴിക്കാൻ തുടങ്ങാം എങ്ങനെയുണ്ടെന്നൊക്കെ പറയാണ്ട് ഒക്കെ പോരേടാ വന്ന വലിച്ചോ ഞാൻ പൊട്ടിച്ചിരുന്നു ഒരു വാനില കേക്കിലായിട്ട് അത് യുദ്ധം പിടിക്കുന്നത് കുട്ടി പീസാണ് എടുത്തത് നല്ലോണം നല്ല ടേസ്റ്റ്
കട്ടിയല്ല നമ്മൾ കുറച്ച് സോഫ്റ്റ് അതെ ഭയങ്കര സോഫ്റ്റ് തന്നിട്ടുണ്ട്. ഇതായിരുന്നു ഞങ്ങളുടെ ഹോട്ടൽ റൂം. ജക്കുസി. അയ്യോ ആ ബാഗിൽ നിന്ന് ബാഗ് എടുത്തിട്ട് പതുക്കെ ഇറങ്ങി. അതെ ബാൽക്കണിയൊക്കെ ഉണ്ട്. ബെഡ്റൂമിലും ടി വി ഉണ്ട്. പിന്നെ ബെഡ്റൂമിലും വ്യൂ ഉണ്ട്. മറ്റേ നമുക്കിവിടെ നിന്ന് ഒച്ചക്കുള്ള പളുപ്പ് അവനവിടെ നിന്ന് കുളിക്കാൻ നമുക്ക് നോക്കാനോ പേടിക്കാൻ അധികം തുറക്കണം. തന്നെ വ്യൂ ബാൽക്കണി ഉണ്ട്. ബാൽക്കണിക്ക് ഇറങ്ങി തുറക്കണം. കൊച്ചുകള്ളൻ ഇരുന്ന് ആസ്വദിക്കുകയാണ്. നേരത്തെ മേടിച്ച കേക്ക് ഭയങ്കര ഫ്ലോപ്പായതുകൊണ്ട് ഞങ്ങൾക്ക് കഴിച്ചെടുക്കാൻ പറ്റിയില്ലായിരുന്നു. വരൂ വരൂ കുട്ടി. ആ പ്ലാന്റിന്റെ അല്ല നമ്മുടെ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാവും. ഞാനും അതോ തനിയെ വന്ന ഒരു ഹോട്ടലിലൊക്കെ ഇരിക്കാന്നൊക്കെ വിചാരിച്ച്. ഞങ്ങളുടെ ഡിന്നറാണ്. ആദ്യത്തിന് ഡംപ്ലിങ്സ് ഒക്കെ കഴിക്കാൻ തന്നെ ത്രില്ലിലാണ്. അപ്പൊ ഇന്ന് നമ്മൾ എന്താ ചെയ്യണത്? നമ്മൾ എന്തൊക്കെ തിന്നണത്? ഡംപ്ലിങ്സും ഒരു ടാക്കോയ്ക്കാണ് ഓർഡർ ചെയ്തേക്കണത്. ഇതാണ് ഞങ്ങളുടെ കടയുടെ പേര്. അതിന് ടാക്കോ ഇഷ്ടപ്പെട്ടില്ല. ടാക്കോടെ ബീഫ് അതാണ് ഇഷ്ടപ്പെട്ടോളൂ. ഞാൻ ഓർഡർ ചെയ്ത് ടാക്കോ ആണ്. അതിൽ ആദ്യം റാഡിഷ് മാത്രം കഴിച്ചങ്ങനെ ഇഷ്ടപ്പെട്ടില്ല. ബീഫ് കുഴപ്പമില്ല. അങ്ങനെ ഡംപ്ലിങ്സും വന്നു. ഡംപ്ലിങ്സ് വന്ന വഴി തന്നെ പ്ലേറ്റിലിട്ട് ഇട്ടിട്ട് കഴിക്കുക. എന്താ ഈ ടിഷ്യൂ മാറ്റിയിട്ട് പ്ലേറ്റിലിട്ട് കഴിച്ചോ. ഫോർക്ക് വേണമെങ്കിൽ എടുത്തോ. നല്ല ചൂടായിട്ട് ചിക്കൻ മാത്രമല്ലോ, മഷ്റൂമിന്റെ ടേസ്റ്റ് ഇട്ടല്ലേ? അതാണെങ്കിൽ ഫുഡ് കഴിക്കാതെ നിന്നുകൊണ്ട് പെട്ടെന്ന് കഴിച്ചെടുക്കുമല്ല. ഞങ്ങൾ ആകെ ഒരു മഷ്റൂം, അതും എക്സ്പെൻസീവ് ഫുഡ് വന്നാണ് കഴിക്കുള്ളൂ. അപ്പോൾ വീണ താഴെ കിടക്കും. ഫുഡ് കഴിക്കുന്നതിനിടയിൽ ഞങ്ങൾ വീഡിയോ എടുക്കാൻ പറഞ്ഞു. ഫുഡിൻ്റെ കോൺസെൻട്രേഷൻ ആയതുകൊണ്ട് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ റൂമിലെത്തി. അപ്പോൾ ബാൽക്കണിയിലേക്ക് ഇറങ്ങി വരാൻ പറഞ്ഞു കാക്ക. അപ്പോൾ ഞങ്ങളുടെ റൂമിൻ്റെ ബാൽക്കണിയിൽ നിന്നതിന് കാക്കാക്ക് AWSൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു ബ്ലൂ ഡോഗിൽ.
അപ്പോൾ അവിടെ ബ്രൂ ഡോഗിൽ ഇക്കാക്ക ഉണ്ടായിരുന്നു. അപ്പോൾ ഇക്കാക്ക അവിടെ വന്ന് നിൽക്കാൻ പറഞ്ഞു. ലാസ്റ്റ് ഇക്കാക്കയുടെ ഫോണിൻ്റെ ചെറിയ വെട്ടം കാണാം. അപ്പോൾ അങ്ങനെയാണ് ഇക്കാക്ക മനസ്സിലായത് ഞങ്ങൾക്ക്.